അരുവിപ്പുറം പാറയുടെ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ യാത്രയുടെ പ്രധാനിയും സർവോപരി യാത്രകൾ ചെയ്ത് തഴമ്പിച്ച കാലുകളുമുള്ള ശ്രീജിത്ത് അദ്ദേഹത്തിൻ്റെ പുറത്ത് 90 കിലോഗ്രാം ഭാരമുള്ള ബാഗുമായി അരുവിപ്പുറം ഗുഹാമുഖത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദൂരതകൾ നിങ്ങൾ കാണുന്ന ആ പടവുകൾ എവിടെ എത്തിച്ചേരുമെന്ന് ഞങ്ങൾക്ക് യാതൊരു നിശ്ചയവുമില്ല. എങ്കിലും മുന്നോട്ടുള്ള യാത്രയിൽ പിന്നിലെ ദൃശ്യങ്ങളിലൂടെ ഒന്ന് കാണുന്നതിൽ തെറ്റില്ല. അതാ ഏകദേശം 3/4 കിലോമീറ്ററോളം കനത്ത കുന്ന് യാതൊരു ക്ഷീണവും മുഖത്ത് കാണിക്കാതെ കയറുകയാണ് ശ്രീജിത്ത്. അതെ, തുള്ളി വെള്ളം പോലും കുടിക്കാനില്ല. ബാഗിൽ കുടിവെള്ളത്തിനായി ദാഹിക്കുകയാണ് മിസ്റ്റർ ശ്രീജിത്ത്. പൈപ്പിൽ നോക്കിയപ്പോൾ തുള്ളി വെള്ളമില്ല. അതെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസാണ്. പക്ഷേ വാട്ടർ ഇല്ല. ഒടിഞ്ഞ പൈപ്പുകൾ മാത്രമേ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലുള്ളൂ. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുഹാമുഖത്തിലേക്കുള്ള യാത്ര ഇനി സിമൻ്റ് നടകളൊന്നുമില്ല, കൽപ്പടവുകളാണ്, കനത്ത കൽപ്പടവുകൾ. തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. സൂര്യനുണ്ട്, കനത്ത മഴയുമുണ്ട്. എങ്കിൽ ഏലമരങ്ങളും റബ്ബർ കാടുകളും ചന്ദനമരങ്ങളും തണുത്ത കാറ്റും. അതെ, അദ്ദേഹം കയറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും അദ്ദേഹത്തെ തടയാൻ കഴിയില്ല. ശ്രീനാരായണ ഗുരുവിലേക്കുള്ള ഞങ്ങളുടെ യാത്ര SNDPയുടെയും സർവോപരി കേരള സമൂഹത്തിൻ്റെയും ഐശ്വര്യവും ഭക്തിയും ഈശ്വര ചിന്തയും പ്രദാനം ചെയ്ത ആ മഹത് ഗുരുവിൻ്റെ കാലടി തേടിയുള്ള യാത്രയാണ് ശ്രീജിത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, എന്നെ കൂടെ പിടിച്ചേക്കാം. ശ്രീജിത്തിൻ്റെ കൂടെ നിങ്ങളുടെ പ്രിയങ്കരനായ ഞാനുമുണ്ട്. അതെ, ഇപ്പോൾ പോകുന്ന യാത്ര ഇനിയും കൽപ്പടവുകൾ മാത്രമാണ്. വെള്ളത്തിന് ഞങ്ങൾക്ക് ക്ഷമമുണ്ട്. ചിലപ്പോൾ ആനയും സിംഹവും വരെ ഞങ്ങളെ ആക്രമിച്ചേക്കാം. നിങ്ങൾ കാണുന്നത് കനത്ത കൊക്കയാണ്. അതെ, കാടുകളും പടവുകളും താണ്ടി ആരാണ് ശ്രീനാരായണ ഗുരു എന്നറിയാനുള്ള ശ്രീജിത്ത് ആൻഡ് അഭിഷേകിൻ്റെ 5ാമത്തെ യാത്രയാണ് നിങ്ങൾ കാണുന്നത്. കൂടുതൽ ദൃശ്യങ്ങളും തത്സമയ റിപ്പോർട്ടുമായിട്ട് എത്തുന്നതാണ്. വളരെയധികം സുന്ദരമാണ് ഈ ദൃശ്യങ്ങൾ. ക്യാമറയിൽ കൂടി പറഞ്ഞു തരുന്നതിനപ്പുറം ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഒരു കുളിർമഴയായി പെയ്യുന്ന രീതിയിലുള്ള, നോക്കൂ, തണുത്ത കാറ്റ് അടിച്ച് മരങ്ങൾ ആടി ഉലയുകയാണ്. പേടി ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണെങ്കിലും ഇവിടെ ഉണ്ടാകുന്ന ഒരു ശാന്തതയും സമാധാനവും ഭക്തി നിർഭരമായ അന്തരീക്ഷമാണ്. ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഏകദേശം 1 മണിക്കൂറോളമായി ഉള്ള യാത്രയിൽ ഞങ്ങൾ ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച ഗുഹാമുഖം തേടിയുള്ള യാത്രയുടെ അവസാന മുഖങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഗുഹാമുഖത്തിൻ്റെ ഏകദേശം അടുത്തുള്ള ദൃശ്യങ്ങളാണ്. കൂടുതൽ വിവരങ്ങളായി 5 മിനിറ്റിന് ശേഷം വീണ്ടും വരുന്നതാണ്.
വീഡിയോയുടെ 3-ാം ഭാഗമാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന അരുവിപ്പുറം പാറയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിങ്ങൾ കാണുന്നത് ചെറിയൊരു അമ്പലമാണ്. പ്രതിഷ്ഠ നടന്നതിൻ്റെ വളരെ സ്വച്ഛന്തവും സുന്ദരമായ ഈ ഒരു സ്ഥലം ആരാലും അറിയപ്പെടാതെ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശതവാർഷിക സ്മാരക സമിതിയുടെ സ്തൂപമാണ്. വളരെ സുന്ദരമായ സ്തൂപത്തിൽ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാനായിട്ട് അത് നശിപ്പിക്കുന്നില്ല, കളങ്കപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. തെണ്ടിൽ ഒരു അടി ഉണ്ടാക്കും. അതാ ചില വെള്ളം പിടിച്ച ആൾക്കാരുമായി ഞങ്ങൾ സംഘടനത്തിൽ ഏർപ്പെടാനുള്ള സാഹചര്യം ഇവിടെയുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ കുന്നിൻ്റെ ഏറ്റവും മുകളിൽ അത്ഭുതത്തോടുകൂടി നിൽക്കുന്ന ഒരു കുഞ്ഞി കിണർ ഉണ്ടെന്നുള്ളതാണ്. ഇതാണ് ആ കിണർ. പാറയുടെ ഇടവിൽ നിങ്ങൾ കാണുന്ന അതിസുന്ദരമായ ഈ കിണർ ഒരിക്കലും പറ്റുകയില്ല. ഇത് തന്നെയാണോ കിണർ എന്ന് സംശയമുണ്ടെങ്കിലും ഇത് തന്നെയാവാനാണ് സാഹചര്യം. കൊതുകുകളുണ്ട് എങ്കിലും വേറെ ഒന്നുമില്ല ഇവിടെ ഒന്നും കാണാൻ. അരുവി താഴെയല്ലേ, നമുക്ക് ഗുഹയും കൂടെ കണ്ടിട്ട് പോകാം. ഗുഹ യാതൊരു മടുപ്പും ക്ഷീണവും ഇല്ലാതെ ശ്രീജിത്ത് നടന്നു കയറുകയാണ്. വെള്ളത്തിൽ പോകാം എന്നാണ് ശ്രീജിത്ത് പറയുന്നത്. ഈ മലയുടെ മുകളിൽ വള്ളമുണ്ടോ വള്ളത്തിൽ പോകാൻ എന്ന് ഞാൻ സംശയിക്കുന്നു. കനത്ത ശ്മശാന മൂകതയുള്ള സ്ഥലമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ തപോഭൂമി എന്ന് പറയുമെങ്കിലും കള്ളുകുടിയന്മാരാണ് ഇവിടെ കൂടുതലും. അവിടെ എന്താടേ ഗുഹാമുഖത്തേക്ക് കയറിയുള്ള ഇവിടെ എന്താണെന്നൊന്നും ആർക്കും അറിയത്തില്ലടേ. അങ്ങോട്ട് വഴിയുണ്ട്, പോയി നോക്കിയാലോ എന്താ സംഭവം. ശ്മശാനമുഖമായ ഈ ഒരു രീതിയിൽ ചുമന്ന ടീഷർട്ടും നീല പാൻറ്റും ഇട്ട് ഇനി വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതങ്ങോട്ട് വേറെ എന്തോ വഴികളാണ്. നിങ്ങൾ കാണുന്നത് സ്വച്ഛന്ത സുന്ദരമായ ഈ ഭൂമിയാണ്. ഇവിടുന്ന് അങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. നോക്കൂ, വിദൂരമായ പാറ, സുന്ദരമായ ഈ പ്രകൃതി രമണീയതയെ തച്ചുടയ്ക്കുന്ന രീതിയിലാണ് ടവറുകൾ ദൂരെ നിൽക്കുന്നത്. ആരെങ്കിലും കൊണ്ട് തല്ലിക്കൊന്നാൽ പോലും ഇവിടെ അറിയില്ലടേ. വീഡിയോ ഇതാണ് നിങ്ങൾ പറഞ്ഞ നമ്മൾ അന്വേഷിച്ച ശ്രീനാരായണ ഗുരു തപസ്യ ഗുഹ. ഉള്ളിലേക്ക് നല്ല ഇരുട്ടാണ്. പാതി ദൂരത്തോളം ഞാൻ സഞ്ചരിക്കാൻ ശ്രമിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നീ വീണാലും സാരില്ല. ലൈറ്റ് ഓണല്ലേ? അതെ.
നിങ്ങളിപ്പോൾ കാണുന്നത് ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച അരുവിപ്പുറം ഗുഹയാണ്. ധാരാളം മുക്കുളി വണ്ടികൾ ഇതിനുള്ളിലുണ്ട്. തേനീച്ചക്കൂടുകളും ധാരാളമായിട്ടുണ്ട്. അതെ, തിരിച്ചിറങ്ങാനുള്ള ശ്രമമാണ്. ഒരാൾക്ക് കഷ്ടിച്ച് മാത്രം യാത്ര ചെയ്യാൻ കഴിയുന്ന നിഗൂഢമായ ഈ ഗുഹ അതീവ സുന്ദരമാണ്. ഇത്രയധികം സുന്ദരമായ ഒരു ഗുഹ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ സുഹൃത്ത് ശ്രീത്തിനോടൊപ്പം അഭിഷേക്. അത് ഞങ്ങൾ അരുവിപ്പുറം വെള്ളച്ചാട്ടത്തിലാണ് നിൽക്കുന്നത്. ശ്രീത്തിനോടൊപ്പം ഇത്രയും മനോഹരമായ ഭൂമിയിൽ നിന്ന് അഭിഷേക്.